ഇലക്ട്രോണിക്സ് മാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് സർവീസിന് വന്നിരിക്കുന്ന കെൻവുഡിൻ്റെ ഒരു ഹൈഫൈ സിസ്റ്റമാണ്. പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അനക്കവും ഇല്ലാത്ത അവസ്ഥയിലാണ് സർവീസിന് വന്നിരിക്കുന്നത്. നമുക്ക് ഈ സെറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഒരുപാട് ഹെവി ഔട്ട്പുട്ട് ഒന്നും ഈ സെറ്റിനുണ്ട് എന്ന് അവകാശപ്പെടാൻ കഴിയുകയില്ല. എന്നാലും കിട്ടുന്ന ഔട്ട്പുട്ട് നല്ലൊരു ക്ലാരിറ്റിയായി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. കുറച്ചധികം നാളായി ഉപയോഗിക്കാതെ ഇരുന്നുകൊണ്ടാവാം അകത്ത് നല്ല രീതിയിൽ ഡസ്റ്റ് നിറഞ്ഞിട്ടുണ്ട്. നമ്മളതെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് സർവീസ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഈ സെറ്റിൻ്റെ ഉൾഭാഗം. ഇതിൻ്റെ കൂളിംഗ് ഫാൻ അധികം സെറ്റുകളിലൊന്നും കാണാത്ത ഒരു മോഡലാണ്. ചെറിയൊരു മോട്ടറിൽ ഒരു ലീഫ് മാത്രമേ പിടിപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഒരുപാട് പഴയ മോഡൽ സെറ്റുകളിൽ ഈ രീതിയിലാവാം കൂളിംഗ് ഫാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വ്യത്യാസമുണ്ട്. നമുക്ക് ഈ സെറ്റിൻ്റെ ഫ്യൂസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ഈ സെറ്റിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ 4 ഫ്യൂസാണ് ഇട്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഫ്യൂസ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ സെറ്റ് ഓൺ ആവാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ആദ്യം അത് തന്നെ ചെക്ക് ചെയ്യാം. മൾട്ടിമീറ്ററിൻ്റെ ബസർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്യൂസ് ഡാമേജ് ആണോ എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. മൾട്ടിമീറ്റർ ഇല്ലെങ്കിൽ പോലും കംപ്ലൈൻ്റ് ആണോ എന്ന് കണ്ട് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഫ്യൂസിൻ്റെ നിർമ്മാണം. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ 2 ഫ്യൂസ് വർക്ക് ചെയ്യുന്നുണ്ട്. 2 ഫ്യൂസ് ഡാമേജ് ആയിരിക്കുകയാണ്. നമുക്കൊന്ന് മാറിയിടാം. ഫ്യൂസ് മാറിയതിന് ശേഷം ഡയറക്റ്റ് പ്ലഗ് ഇൻ ചെയ്യാതെ ഒരു ബൾബ് സീരീസ് ആയി ഇട്ടതിന് ശേഷം പ്ലഗ് ഇൻ ചെയ്യുന്നതാവും കൂടുതൽ നല്ലത്. ഏതെങ്കിലും രീതിയിൽ ഷോർട്ട് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണിത്. ഫ്യൂസെല്ലാം കണക്ട് ചെയ്തതിന് ശേഷം സെറ്റ് ഓൺ ചെയ്യുമ്പോൾ സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് എങ്ങനെയുണ്ട് എന്നറിയാൻ സ്പീക്കർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. 2 സ്പീക്കർ ബോക്സ് കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഈ സെറ്റിൻ്റെ നിർമ്മാണം. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ ചോദിച്ചു, ഓംസ് വ്യത്യാസമുള്ള സ്പീക്കർ ഹൈഫൈയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ഉണ്ടാകുമോ എന്ന്. ഓംസ് കുറഞ്ഞ സ്പീക്കറുകൾ ഈ മോഡൽ സെറ്റുകളിൽ കണക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല. അധിക സമയം വർക്ക് ചെയ്യിക്കാൻ പാടില്ല. അങ്ങനെയാവുമ്പോൾ ഒന്നെങ്കിൽ IC അടിച്ചു പോകാനോ അല്ലെങ്കിൽ സ്പീക്കർ കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. സ്പീക്കർ കണക്ട് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ സെറ്റിന് സൗണ്ട് ഔട്ട്പുട്ട് വരുന്നില്ല. സൗണ്ട് ഔട്ട്പുട്ട് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്ക് നോക്കാം. സൗണ്ട് ഔട്ട്പുട്ടിന് വേണ്ടി STK IC ആണ് കമ്പനി ഈ സെറ്റിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ സെറ്റിൻ്റെ ആംപ്ലിഫയർ ബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഒരുപാട് പഴക്കമുള്ള സെറ്റ് ആയതുകൊണ്ട് തന്നെ സാവകാശം തന്നെ ചെയ്യുക. വീഡിയോ കുറച്ച് ഫാസ്റ്റാണ്, എന്നാൽ പോലും നമ്മൾ സാവകാശം തന്നെയാണ് ചെയ്യുന്നത്. ഈ സെറ്റിൻ്റെ മദർ ബോർഡും ആംപ്ലിഫയർ ബോർഡും ഒറ്റ PCBയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബോർഡെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടി വരുന്നത്. ഇതിന് ശേഷം വന്നിരിക്കുന്ന ഹൈഫൈകളിൽ ആംപ്ലിഫയർ ബോർഡും മദർ ബോർഡും സെപ്പറേഷനാണ്. അങ്ങനെയുള്ള സെറ്റുകളിൽ സർവീസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ മോഡൽ സെറ്റുകൾ സർവീസ് ചെയ്യുന്നതിന്. മദർ ബോർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആംപ്ലിഫയർ സെക്ഷനിലെ റെസിസ്റ്ററുകളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പവർ സപ്ലൈയിൽ നിന്ന് STKയിലേക്കുള്ള വോൾട്ടേജ് ഡയറക്റ്റ് കൊടുക്കുകയല്ല, ഫ്യൂസിബിൾ റെസിസ്റ്റർ ഇടയിൽ കാണും. നമ്മൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. ഏതെങ്കിലും റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ STK വർക്ക് ചെയ്യുകയില്ല. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് റെസിസ്റ്ററുകൾ ചെക്ക് ചെയ്യുമ്പോൾ റെസിസ്റ്ററുകളിൽ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ഈ STKയുടെ പിന്നൗട്ട് നമുക്ക് ഗൂഗിളിൽ കിട്ടും. നമുക്ക് അതൊന്ന് എടുത്തതിന് ശേഷമാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് സർവീസ് ചെയ്തെടുക്കാൻ കഴിയും. നമുക്കതൊന്ന് എടുക്കാം. ഇങ്ങനെ പിന്നൗട്ട് എടുത്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് വോൾട്ടേജ് മിസ്സായിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. STK IC പോലെയുള്ള ആംപ്ലിഫയറുകൾ സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ ആ STKയുടെ പിന്നൗട്ട് ഒന്ന് എടുത്തു വെച്ചതിന് ശേഷമാണ് സർവീസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി നമുക്കത് എളുപ്പമായി സർവീസ് ചെയ്തെടുക്കാൻ കഴിയും. ആ നെഗറ്റീവ് സപ്ലൈ ഒരു 100 ഓംസ് റെസിസ്റ്റർ വഴിയാണ് കണക്ട് ചെയ്തിരുന്നത്. നമ്മളത് മാറിയിട്ടുണ്ട്. റെസിസ്റ്റർ മാറിയതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ STKയിലേക്കുള്ള വോൾട്ടേജ് എല്ലാം കറക്റ്റായി ലഭിക്കുന്നുണ്ട്. റെസിസ്റ്റർ മാറിയതിന് ശേഷം സ്പീക്കർ കണക്ട് ചെയ്ത് സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ചെക്ക് ചെയ്യുമ്പോൾ ഈ സെറ്റിൻ്റെ ഓഡിയോ ഔട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ സെറ്റ് റെഡിയാക്കി എടുക്കാൻ കഴിഞ്ഞു.